പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബേസ് മോഡൽ എക്സിനാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അല്ല, സാധാ ഹെഡ് ലാംപ്സ് ആണ്, ഫോഗ് ലാംപ്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എക്സിഡത്തിൽ. പിന്നെ ഒക്കെയുള്ളത് ഇന്റീരിയർ ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം, എക്സാമിലുള്ള സെയിം മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മ്യൂസിക് സിസ്റ്റം കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ മ്യൂസിക് സിസ്റ്റം. എക്സാമിലുള്ള സെയിം മ്യൂസിക് സിസ്റ്റം നമുക്ക് എക്സി റിഥത്തിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. സെയിം എക്സിയുടെ പോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗത്ത്. ഹെഡ് ലാംപ്സ് പ്രൊജക്ടർ ലാംപ്സ് അല്ല, സാധാരണ ബൾബാണ്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് ഇല്ല. ഇതാണ് ബേസ് മോഡൽ എക്സിയുടെ ടാറ്റ അൾട്രോസ്. കാണാൻ സെയിം തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. സൈഡിലേക്ക് വരുവാണെങ്കിൽ സെയിം എക്സിയുടെ റിംസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീൽ മൗണ്ടഡ് ക്യാപ്സ് ഒന്നുമില്ല. ഇന്റീരിയർ ഭാഗത്താണ് ആകെ ഉള്ള ഒരു എക്സി റിഥത്തിൻ്റെ മാറ്റം എന്ന് പറയാനുള്ളത്. കണ്ട, പുതിയൊരു സ്ക്രീൻ, അതായത് എക്സാമിലുള്ള ഒരു ചെറിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇതാണ് ഉള്ള റിഥത്തിലുള്ള ഒരു മാറ്റം. ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡിജിറ്റലൈസ്ഡ് അല്ല, അനലോഗ് തന്നെയാണ്. ബേസ് ഓപ്ഷനിലുള്ള സെയിം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഗിയറിൽ ഇപ്പോൾ സാധാരണ ഗിയർ ലിവറാണ്, കണ്ടോളൂ. ബേസ് മോഡലുള്ള സെയിം ഗിയർ ലിവർ. പിന്നെ ഇതിൽ വന്നേക്കുന്നത് ഒരു USB ചാർജിങ്, USB കുത്താം, ഓക്സ് ഉണ്ട്. പിന്നെ മാനുവൽ AC തന്നെയാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളൊരു വലിയൊരു മാറ്റം.